നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് മേൽപ്പറമ്പ് നടക്കാലിൽ കൂറ്റൻ പാറക്കല്ല് പതിച്ച് വീട് തകർന്നു. ദുരന്തത്തിൽ നിന്നും വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി, കടലാക്രമണവും രൂക്ഷം. മഞ്ചേശ്വരത്തും കനത്ത മഴ. പലയിടങ്ങളിലായി വീടുകളിലും പള്ളികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി. ചെറുവത്തൂർ കുളങ്ങാട്ടുമലയുടെ പാർശ്വം വീണ്ടും ഇടിഞ്ഞു താഴ്ന്നു. നാട്ടുകാർ ഭീതിയിൽ. ബലിതർപ്പണത്തിനായി തൃക്കണ്ണാടി ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. 24 രാവിലെ 5:30 മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. KPSB-ETA, DPETA സംയുക്ത കായികാധ്യാപക സംഘടന DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി കായികാധ്യാപകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മേൽപ്പറമ്പ് നടക്കാലിൽ കൂറ്റൻ പാറക്കല്ല് പതിച്ച് വീട് തകർന്നു. സമീപത്തെ കുന്നിൻ മുകളിൽ നിന്നാണ് കൂറ്റൻ പാറക്കല്ല് വീടിന് മുകളിലേക്ക് ഉരുണ്ടു വീണത്. ഈ വൻ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. നേരത്തെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാവാത്തതാണ് ഈ അപകടത്തിന് കാരണമായത്. ബുധനാഴ്ച രാത്രി 8:30 മണിയോടെയാണ് മേൽപ്പറമ്പ് നടക്കാലിൽ നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. ചന്ദ്രഗിരി നടക്കാൽ ടയർ കടയിലെ ജീവനക്കാരനായ മിതേഷിന്റെ വീടിന് മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ല് പതിക്കുകയായിരുന്നു. വീടിന് സമീപത്തെ കുന്നിൻ മുകളിൽ നിന്നാണ് ഭീമൻ പാറക്കല്ല് ഉരുണ്ടെത്തിയത്. വീടിന്റെ കിടപ്പുമുറിയുടെ ഭാഗത്തേക്കാണ് വൻ ശബ്ദത്തോടെ പാറക്കല്ല് പതിച്ചത്. ഈ വൻ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. സംഭവ സമയത്ത് മിതേഷിന്റെ ഭാര്യയും കുഞ്ഞും തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയതായിരുന്നു. മിതേഷും മാതാവും വീടിന്റെ മുൻവശത്തായിരുന്നു ഉണ്ടായിരുന്നത്. പാറക്കല്ല് വീഴുവാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി നേരത്തെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് വീട്ടുകാർ പറഞ്ഞു. അയൽവാസിയായ ഹബീബ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൻ മുകളിൽ നിന്നും വലിയ പാറക്കല്ലുകളും മരങ്ങളും വീടിന് മുകളിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് മിതേഷിന്റെ ഭാര്യ CH ചൈത്ര വില്ലേജ് ഓഫീസർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിരുന്നു. എന്നിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം. ഇന്നലെ രാത്രി ഒരു 8:30 മണിയാകുമ്പോൾ സംഭവം അറിഞ്ഞത്. വലിയൊരു സൗണ്ട് കേട്ട്, അതുകൊണ്ട് അറിഞ്ഞു. വീട്ടിൽ അമ്മ ഉണ്ട്, ഞാൻ ഉണ്ടായി. വീട് ഫുള്ള് പോയി, ഒരു സൈഡ് ഫുള്ള് പോയിനി. അപകട വിവരമറിഞ്ഞ് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, കളക്ട്രേറ്റിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ ഉദ്യോഗസ്ഥ സംഘത്തെ വീട്ടുകാർ പ്രതിഷേധമറിയിച്ചു. ജീവാപായം വന്നില്ലെങ്കിൽ ഇവരെന്ത് പറയും? അല്ല, അവരെ കൊണ്ട് ഇനി ചെയ്യിപ്പിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് കൂടെ നിൽക്കാം, അതിന് പഞ്ചായത്ത് വരെ കൂടെ നിൽക്കാം. നമ്മളെ ഉത്തരവാദിത്വം ഇപ്പൊ കളക്ടർ വരുന്നത് എന്റേതല്ല, മന്ത്രി അല്ല, മുഖ്യമന്ത്രിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെടുത്ത് പോകുന്നേ? വോട്ട് മാത്രം എല്ലാവർക്കും കൊടുക്കണം. എല്ലാരും പറഞ്ഞു നമ്മ അയച്ചു കൊടുക്കുന്നത്. നമുക്ക് പോയിട്ട് ചോദിക്കാൻ പറ്റും കളക്ടറോട്, മന്ത്രിയോട് ചോദിക്കാൻ പറ്റും. നമുക്ക് ചോദിക്കാൻ പറ്റും പഞ്ചായത്ത് അല്ലേ? പഞ്ചായത്ത് താലൂക്കാവില്ല, അതിന്റെ മുകളിൽ നമുക്ക് പോകാൻ പറ്റൂല. നമുക്ക് അതിന്റെ റൈറ്റ് ഇല്ല. അപകടത്തിൽ ഓടുമേഞ്ഞ വീടിന്റെ ഭൂരിഭാഗവും തകർന്നിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വീട് വാസയോഗ്യമല്ലാതായതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് മിതേഷും കുടുംബവും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകുന്നതിനാൽ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ്. അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാസർഗോഡ് ജില്ലയിലുണ്ടായത്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. ഈ സാഹചര്യത്തിൽ നദികളുടെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കുവാൻ തയ്യാറാവണമെന്നും അറിയിപ്പുണ്ട്. ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ്.
കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേരുകയും മുൻകരുതൽ നടപടികൾ ശക്തിപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. തൃക്കണ്ണാട് കോട്ടിക്കുളം തീരത്ത് കടലേറ്റം തടയുവാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിന് ജലവിഭവ വകുപ്പിനും അപകട നിലയിലുള്ള മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് നടപടി സ്വീകരിക്കുവാൻ നഗരസഭാ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകി. അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വ്യാഴാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകി. ജില്ലയിൽ റെഡ് അലേർട്ട് 20-ാം തീയതി വരെ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയെ തുടർന്ന് മഞ്ചേശ്വരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പലയിടങ്ങളിലായി വീടുകളും പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ വെള്ളത്തിനടിയിലായി. മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ഇതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയില്ലെന്ന ആരോപണം ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് മഞ്ചേശ്വരത്ത് പലയിടത്തും വീടുകളും പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് വോർക്കാടി പഞ്ചായത്തിലെ 2-ാം വാർഡിലെ മുടിമാരു ബേക്കറി റോഡ് തകർന്നു. വാഹനഗതാഗതം പൂർണ്ണമായും നിലച്ചു. മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയിലെ മൽഹാർ വിദ്യാഭ്യാസ സ്ഥാപന കെട്ടിടത്തിൽ വെള്ളപ്പൊക്കമുണ്ടായതോടെ ഹോസ്റ്റലിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ താഴത്തെ നിലകളിൽ നിന്ന് മുകളിലത്തെ നിലകളിലേക്ക് മാറ്റി. തൈകോളി പ്രദേശത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിൽ വലിയ മരം വീണു. അഗ്നിശമന സേനയെത്തി മരവും മണ്ണും മാറ്റി. മഞ്ചേശ്വരം നിവാസിയായ മച്ചയുടെ വീട് പൂർണ്ണമായും തകർന്നു. വീടിനുള്ളിലുണ്ടായിരുന്നവർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. കുഞ്ചത്തൂർ പദവ് സ്വദേശി അഹമ്മദ് ബാവയുടെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മച്ചമ്പാടിയിലെ ജുമാ മസ്ജിദും വെള്ളത്തിനടിയിലായി. മഞ്ചേശ്വരം പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക പ്രളയ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഇതിനായി മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ട തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മൗനം പാലിക്കുകയാണെന്ന് ആരോപണമുണ്ട്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കനത്ത മഴയിൽ ചോർന്നൊലിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവൃത്തി നടക്കുന്ന സ്റ്റേഷനാണ് ഈ ദുരവസ്ഥ. നവീകരണത്തിന്റെ ഭാഗമായി പ്ലാറ്റ്ഫോമിന് മുകളിൽ പഴയ ഷീറ്റുകളോട് പുതിയ ഷീറ്റുകൾ ചേർത്ത ഇടങ്ങളിലാണ് ചോർച്ചയുണ്ടാകുന്നത്. ഇത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ദുരിതമായി മാറിയിട്ടുണ്ട്. ശക്തമായി തുടരുന്ന മഴയിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ മഴവെള്ളം ചോർന്നൊലിക്കുന്നു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24.53 കോടിയുടെ നവീകരണം നടക്കുന്ന സ്റ്റേഷനിലാണ് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചോർച്ചയുണ്ടായിരിക്കുന്നത്. നവീകരണത്തിൻ്റെ ഭാഗമായി പ്ലാറ്റ്ഫോം വികസനം നടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിന് മുകളിൽ പഴയ ഷീറ്റുകളോട് ചേർത്ത് പുതിയ ഷീറ്റുകൾ യോജിപ്പിച്ചാണ് നീളം വർദ്ധിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പഴയ ഷീറ്റുകളോട് ചേർത്ത് പുതിയ ഷീറ്റുകൾ ചേർത്ത ഇടങ്ങളിലാണ് ചോർച്ചയുണ്ടാകുന്നത്. ഇത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ദുരിതമായി മാറിയിട്ടുണ്ട്. തിരക്കുണ്ടാകുമ്പോൾ നനഞ്ഞ് ട്രെയിനിലേക്ക് കയറേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നടപടി വൈകുന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി ചെറുവത്തൂർ കുളങ്ങാട്ടുമലയുടെ പാർശ്വം വീണ്ടും ഇടിഞ്ഞു താഴ്ന്നു. കുന്നിന് താഴെയുള്ള വീടിന് മുകളിലേക്ക് കടപുഴകിയ മരങ്ങളും ചരൽമണ്ണും വീഴുകയായിരുന്നു. നിർത്തിയിട്ട ഓട്ടോയ്ക്കും കേടുപാട് സംഭവിച്ചു. പഴയങ്ങാടി ചെങ്ങൽ സ്വദേശിയും ടാക്സി ഡ്രൈവറുമായ നെല്ലിക്കാലിലെ ടി മനോജിന്റെ വീടിന്റെ പിൻഭാഗത്തേക്കാണ് മലഞ്ചെരുവിലെ മരങ്ങൾ കടപുഴകി വീണത്. വീടിന്റെ അടുക്കള ഭാഗത്ത് GI ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഭാഗം തകർന്നു വീണു. നിരവധി കാർഷിക വിളകളും നശിച്ചു. 15-ൽ പരം കവുങ്ങുകളും തെങ്ങും ഉൾപ്പെടെ നശിച്ചു. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. മലയുടെ പടിഞ്ഞാറ് നെല്ലിക്കാൽ ഭാഗത്താണ് പാറക്കല്ലുകൾ ഉരുണ്ടു വീണത്. മണ്ണിനൊപ്പം മരങ്ങളും വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. നിർത്തിയിട്ടിരുന്ന ഓട്ടോയ്ക്കും കേടുപാട് സംഭവിച്ചു. മലയിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീഴുമ്പോൾ മനോജിന്റെ ഭാര്യ വിനീത, മക്കളായ കിരൺ, കൃഷ്ണപ്രിയ എന്നിവരും ഭാര്യാമാതാവ് നാരായണിയും വീടിന്റെ വരാന്തയിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയായിരുന്നു സംഭവം. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് നമ്മൾ പുറത്തേക്ക് വരാന്തയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ മുമ്പിലേക്ക് ഷീറ്റിൻ്റെ മേലെ വീണിട്ട്, ബാക്ക് സൈഡിലെ ഷീറ്റിൻ്റെ മേലെ വീണിട്ട് നമ്മളെ മുൻഭാഗത്തേക്ക് വരികയായിരുന്നു. എന്നിട്ട് തന്നെ എല്ലാവരും പേടിച്ച് ഇറങ്ങി അങ്ങ് ഓടുമായിരുന്നു വീട്ടിനകത്ത്. പിന്നെ നാട്ടുകാരിലും വന്നു, ഫയർഫോഴ്സ് പോലീസുകാരിലും വന്നിട്ടുണ്ടായിരുന്നു. മനോജിന്റെ കുടുംബവും തൊട്ടടുത്ത വിനോദ്, ഷാജി, അഷ്റഫ് എന്നിവരുടെ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. ADMP അഖിൽ, തഹസിൽദാർ T ജയപ്രസാദ്, തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ, KV പ്രഭാകരന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ നിലയത്തിൽ നിന്ന് അഗ്നിരക്ഷാസേന, KM സതീഷ് വർമ്മയുടെ നേതൃത്വത്തിൽ ചന്തേര പോലീസ്, വനം വകുപ്പ് അധികൃതർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ സ്ഥലത്തെത്തി.
ബുധനാഴ്ച രാത്രി മുതൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, മറ്റ് ജനപ്രതിനിധികളും NDRF സേനയും സ്ഥലത്തുണ്ട്. ഉറുമേസ്ത്രി കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ദിവസം ബലിതർപ്പണത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്രഭരണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. 24-ന് വ്യാഴാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം 5:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്ര മുൻവശത്തുള്ള കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് 20ഓളം കർമ്മികളുടെ നേതൃത്വത്തിലായിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻ ചന്ദ്ര കയാർത്തയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായിയുടെ കാർമ്മികത്വത്തിലായിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. ഭക്തജനങ്ങളുടെ തിരക്ക് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ബലിതർപ്പണത്തിനുള്ള രശീതുകൾ മുൻകൂറായി നൽകുന്നതിന് പുറമെ ക്ഷേത്ര വെബ്സൈറ്റ് വഴിയും രശീതുകൾ ഓൺലൈനായി ചെയ്യുവാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അന്നേ ദിവസം രാവിലെ 5 മണി മുതൽ 8 മണി വരെ വഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഹെൽത്ത് എന്നീ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാക്കും. യാത്രാക്ലേശം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ നിലവിലുള്ള സർവീസിന് പുറമെ കൂടുതൽ ബസ് സർവീസ് നടത്തണമെന്ന് KSRTC അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, ഭജന സമിതി എന്നിവരുടെ സേവനവും ലഭ്യമായിരിക്കും. കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കടൽക്ഷോഭമുള്ളതിനാൽ ഭക്തജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം 25,000 ആൾക്കാരോളം ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ അവിടെ എല്ലാ വർഷവും സന്നിഹിതരാണ്. അപ്പോൾ അതിനു വേണ്ടുന്ന വിപുലമായ ഒരുക്കങ്ങളാണ് ട്രസ്റ്റ് ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബലി തർപ്പണത്തിന് വേണ്ടുന്ന റെസീറ്റ് നമ്മൾ ഒരു ആഴ്ച മുമ്പേ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ തീരുമാനം. അതായത് ഈ ക്യൂ സിസ്റ്റം കുറെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി എന്നുള്ള നിലക്കാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ക്യൂ വന്നിട്ട് വലിയ ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാർ വരുന്ന ആൾക്കാർക്ക് രാവിലെ ദൂര സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു ലഘുഭക്ഷണം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യുവാൻ വേണ്ടി അത് കോസ്റ്റ് ഗാർഡ്, അതുപോലെ തന്നെ പോലീസ്, ഹെൽത്ത്, ഇത്തരം ആൾക്കാരുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ T. രാജേഷ്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വള്ളിയോടൻ ബാലകൃഷ്ണൻ നായർ, പാരമ്പര്യ ട്രസ്റ്റി അംഗങ്ങളായ മേലത്ത് സത്യനാഥൻ നമ്പ്യാർ, ഇടയില്ലം ശ്രീവത്സൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുംട്ടിക്കാന ASB സ്കൂളിൽ എക്സ്പ്രസ് റീഡിംഗ് പ്രൊജക്ടിന് തുടക്കമായി. കരിയർ കൗൺസിലർ ശംസുദ്ദീൻ പാലടക്ക പദ്ധതിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം പദ്ധതിയുടെ ചുവട് പിടിച്ച് കുംട്ടിക്കാന ASB സ്കൂളിൽ നൂതനമായ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി എക്സ്പ്രസ് റീഡിംഗ് പ്രൊജക്ടിന് തുടക്കമായി. കുട്ടികളുടെ വായന കൃത്യമായി അളക്കാനും വായനാശീലം വളർത്തിയെടുക്കാനും വായനയുടെ വേഗത കൂട്ടാനും വ്യത്യസ്തമായ മാതൃകകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് പദ്ധതി. ദിവസവും 15 മുതൽ 25 മിനിറ്റ് വരെ രക്ഷിതാക്കളുടെ അരികിൽ വെച്ച് വായിക്കാനും അത് ക്ലാസ് റൂമിൽ വന്ന് സമയം രേഖപ്പെടുത്താനും വായിച്ച പുസ്തകത്തെക്കുറിച്ച് ആഴ്ചയിലൊരിക്കൽ ക്ലാസ് റൂമിൽ ചർച്ച നടത്താനും പദ്ധതിയിലൂടെ സാധ്യമാകുന്നു. ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും കരിയർ കൗൺസിലറുമായ ശംസുദ്ദീൻ പാലടക്ക നിർവഹിച്ചു. ഇത്തരം പദ്ധതികൾ കുട്ടികളെന്നും അനുസ്മരിക്കുമെന്നും കുട്ടികളുടെ കഴിവിൽ ഗണ്യമായ വികസനം ഉണ്ടാകുമെന്നും ശംസുദ്ദീൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ഹെഡ്മാസ്റ്റർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെങ്കള ST അക്കാദമി പ്രിൻസിപ്പൽ അഷ്റഫ് ഹുദവി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ അബ്ദുൽ സലാം പാലടുക്ക പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അവതരിപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി പ്രശാന്ത് കുമാർ B, SRG കൺവീനർ ദിന K, മുതിർന്ന അധ്യാപിക മൂകാംബിക, ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങളായ പ്രദീപ് കുമാർ, ആൽവിൻ ജോർജ് എന്നിവർ സംബന്ധിച്ചു. പ്രൊജക്ട് കോർഡിനേറ്റർ ശശികല സ്വാഗതവും ഇംഗ്ലീഷ് ക്ലബ് ജോയിന്റ് കൺവീനർ അൻവിത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSPETA, DPETA സംയുക്ത കായികാധ്യാപക സംഘടന കാസർഗോഡ് DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി കായികാധ്യാപകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കായികാധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക, ജനറൽ അധ്യാപകരായി പരിഗണിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSPETA, DPETA സംയുക്ത കായികാധ്യാപക സംഘടന കാസർഗോഡ് DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. വിദ്യാനഗർ BC റോഡ് പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. നിരവധി കായികാധ്യാപകർ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം
KPSP-ETA സംസ്ഥാന സെക്രട്ടറി വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പലതും ഇവിടെ നേടിയെടുക്കാനുള്ളൂ. വീണ്ടും പറഞ്ഞ് അപരിഷ്കൃതമായ തസ്തിക നിർണയ രീതി പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ മുന്നിൽ ധർണയും അതോടൊപ്പം തന്നെ ശക്തമായ പ്രകടനവും നടക്കുന്നുണ്ട്. DPETA ജില്ലാ ട്രഷറർ ധനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബിജു KV, ശ്യാംപ്രസാദ്, മുഹമ്മദ് ഷെഫീൽ, ഡോക്ടർ അശോകൻ, ജനാർദ്ദനൻ, സതീശൻ T, പ്രവീൺ, സുനിത എന്നിവർ സംസാരിച്ചു. ദിനേശ് മാസ്റ്റർ സ്വാഗതവും കുഞ്ഞിരാമൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുവൈറ്റ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ VKP ഖാലിദ് ഹാജിയുടെ നാമധേയത്തിലുള്ള വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിക്കും. ജൂലൈ 20 രാവിലെ 10 മണിക്ക് തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സ്മാരക സൗധത്തിൽ നടക്കുന്ന ഇൻസ്പയർ 2025 മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. കുവൈറ്റ് KMCCയുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ മക്കളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 35 വിദ്യാർത്ഥികളെയാണ് VKP ഖാലിദ് ഹാജിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിക്കുക. ഖുർആൻ പരിപൂർണമായി മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും. 20 രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തും. മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി മുഖ്യാതിഥിയായിരിക്കും. മുസ്ലിം ലീഗിന്റെയും KMCCയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുക്കും. തുടർന്ന് വിദ്യാഭ്യാസ കരിയർ ഗൈഡൻസ് ട്രെയിനർ K ഷെരീഫ് ക്ലാസ് എടുക്കും. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, ട്രഷറർ ലത്തീഫ് നീലഗിരി, കുവൈറ്റ് KMCC പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അൽ ഹസനി, സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, കൗൺസിൽ അംഗം AG അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വാടക തൊഴിൽ മേഖലയെ ആവശ്യ സർവീസിനായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നും കാലവർഷക്കെടുതികളിൽ നഷ്ടപ്പെടുന്ന വാടക സാധനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ക്ഷാമം രൂക്ഷമായ വാടക തൊഴിൽ മേഖലയിൽ സർക്കാർ നേതൃത്വത്തിൽ തൊഴിലധിഷ്ഠിത പരിശീലന പദ്ധതി നടപ്പാക്കണമെന്ന് സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു. നടക്കാവ് മിഡ്ജ് ഹാളിൽ നടന്ന സമ്മേളനം ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യം ഒരു നികുതി എന്നങ്ങനെയാണ് ഉണ്ടായത്. എല്ലാത്തിനും വിവിധ തരത്തിൽ നികുതി വന്നില്ലേ? നമ്മളെല്ലാം വന്ന് ചോദിച്ചുകൊണ്ട് അതിനുശേഷം നമ്മൾ ഈ GSTക്കെതിരായി അതിശക്തമായ സമരം നടത്തി അതിജീവന മാർച്ച്. അതിജീവനം എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന തടസ്സം വരുമ്പോൾ ജീവിതം നിലനിർത്താൻ വേണ്ടി അതിജീവന മാർച്ച് നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ആ മാർച്ചിൽ മുഴുവൻ കേരളീയ സമൂഹത്തെ ഞങ്ങൾ പറഞ്ഞെന്താ, കേരളീയ സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമായിട്ട് വാടക സ്റ്റോറുകൾ നിലനിൽക്കുകയാണ്. തൃക്കരിപ്പൂർ മേഖലാ പ്രസിഡന്റ് P കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി KV ഷിബു, ട്രഷറർ K ഹംസ, വൈസ് പ്രസിഡന്റുമാരായ K മുരളീധരൻ, ഫിറോസ് പടിഞ്ഞാർ, ജില്ലാ സെക്രട്ടറിമാരായ നാസർ മുനമ്പം, സുരേഷ് വെള്ളിക്കോത്ത്, സംസ്ഥാന കൗൺസിൽ അംഗം M നാരായണൻ, മേഖലാ ജനറൽ സെക്രട്ടറി സുമേഷ് പാവൂർ, സെക്രട്ടറി C ഷൈജു, വൈസ് പ്രസിഡന്റ് N അബ്ദുള്ള, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K മധുകുമാർ, C രമേശൻ എന്നിവർ സംസാരിച്ചു. P കുഞ്ഞമ്പുവിനെ പ്രസിഡന്റായും N അബ്ദുള്ള, P രമേശൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, KV ഷിബുവിനെ ജനറൽ സെക്രട്ടറിയായും, C ഷൈജു, P സുമേഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും, സുവർണ ജനാർദ്ദനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് കവ്വായി മേലൂത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാരംഭം കുറിച്ചുകൊണ്ട് മഹാഗണപതി ഹോമം നടത്തി. മാങ്കുളം സത്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത്. കാഞ്ഞങ്ങാട് കവ്വായി മോലൂത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാരംഭം കുറിച്ചുകൊണ്ടാണ് മഹാഗണപതി ഹോമം നടത്തിയത്. മാങ്കുളം സത്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ജൂലൈ 25 ഭഗവതി സേവ വൈകുന്നേരം 6 മണിക്ക് നടക്കും. ആഗസ്റ്റ് മാസം 3-ാം തീയതി മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാമായണ പ്രഭാഷണം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാങ്ക് ദേശസാൽക്കരണ ദിനമായ 19-ന് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസിന്റെ നേതൃത്വത്തിൽ കൂട്ട ഉപവാസ സത്യാഗ്രഹം നടക്കും. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ വെച്ചാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്.
ബാങ്ക് ദേശസാൽക്കരണ ദിനമായ 19-ന് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് മാന്തോപ്പ് മൈതാനിയിൽ കൂട്ട ഉപവാസ സത്യാഗ്രഹം നടത്തും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന സമരം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. പെൻഷൻ റിവിഷൻ അനുവദിക്കുക, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കുക, പെൻഷൻ സംഘടനകളുമായി ചർച്ചയ്ക്ക് ദേശീയ വേദി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് സമരം നടത്തുന്നത്. തിരുവനന്തപുരം രാജ്ഭവൻ, എറണാകുളം രാജേന്ദ്ര മൈതാനം, കോഴിക്കോട് GST ഓഫീസ് പരിസരം, കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനം എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ സമരവേദി. ദേശീയ തലത്തിൽ കോർഡിനേഷൻ ഓഫ് ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് ഓർഗനൈസേഷനാണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സത്യാഗ്രഹ സമരത്തിനു ശേഷം ഡൽഹിയിൽ മഹാസംഗമവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ P. ഗോപാലൻ നായർ, PP ജഗദീശൻ, PV രവീന്ദ്രൻ നായർ, PP ജനാർദ്ദനൻ നായർ, കൃഷ്ണൻ പത്താനത്ത്, MK പ്രേമചന്ദ്രൻ, V. മനോജ്, N. അശോക് കുമാർ, CP നരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പിലിക്കൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി അമ്മമാർക്ക് പഠനോപകരണ നിർമ്മാണ ശില്പശാല നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ M. ഗിരീശൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പഠനോപകരണ നിർമ്മാണ ശില്പശാല നടത്തി. പഠന പ്രവർത്തനം ലളിതമാക്കുന്നതിനും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും മൊബൈലിന്റെ ദുരുപയോഗം തടയുന്നതിന്റെയും ഭാഗമായാണ് ശില്പശാല നടത്തിയത്. ലളിതവും വിലക്കുറവുമുള്ള ടിഷ്യൂ പേപ്പർ, കമ്പി, പശ തുടങ്ങിയവ ഉപയോഗിച്ച് മനോഹരമായ പുഷ്പങ്ങൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളാണ് നിർമ്മിച്ചത്. 45 രക്ഷിതാക്കൾ ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാലയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരസ്പരം കൈമാറി സ്കൂളുകളിലേക്കും വീടുകളിലേക്കും നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ M. ഗിരീശൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി വിഭാഗത്തിലെ രക്ഷിതാക്കൾക്ക് ഒരു പഠനോപകരണ ശില്പശാലയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏകദേശം 40ഓളം കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്, സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പഠന പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ ആവിഷ്കരിച്ചത്. അതിന് എല്ലാവിധ സഹകരണവും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് കുട്ടിയുടെ പഠനം സുഗമമാക്കാൻ തീർച്ചയായും സഹായിക്കും. PTA വൈസ് പ്രസിഡന്റ് M. മനോജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അധ്യാപികയും BRC അധ്യാപികയുമായ K. സുമതി ക്ലാസ് കൈകാര്യം ചെയ്തു. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് M. മനോജ്, പ്രീ പ്രൈമറി വിഭാഗം PTA പ്രസിഡന്റ് VV ശ്രുതി, അധ്യാപികമാരായ V. ത്രിവേണി, K. ജലജ, M. ലജിത, SRG കൺവീനർ K. ഷീജ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മേൽപ്പറമ്പ് നടക്കാലിൽ കൂറ്റൻ പാറക്കല്ല് പതിച്ച് വീട് തകർന്നു. ദുരന്തത്തിൽ നിന്നും വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി, കടലാക്രമണവും രൂക്ഷം. മഞ്ചേശ്വരത്തും കനത്ത മഴ. പലയിടങ്ങളിലായി വീടുകളിലും പള്ളികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി. ചെറുവത്തൂർ കുളങ്ങാട്ടുമലയുടെ പാർശ്വം വീണ്ടും ഇടിഞ്ഞു താഴ്ന്നു. നാട്ടുകാർ ഭീതിയിൽ. ബലിതർപ്പണത്തിനായി തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. 24 രാവിലെ 5:30 മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. KPSB ETA, DPETA സംയുക്ത കായികാധ്യാപക സംഘടന TDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി കായികാധ്യാപകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.